ഒരിക്കലും ഇത് പുറത്ത് ഈ റിപ്പോർട്ട് വരരുത്. ഇതിന്മേലുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സ്വീകരിക്കും. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്ത് വന്നാൽ ഇതിൽ മൊഴി നൽകിയിരിക്കുന്ന അവരുടെയൊക്കെ ഒരു സ്വകാര്യതയെ അത് വല്ലാതെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇത് പുറത്തുവിടരുതെന്നുള്ള വളരെ ശക്തമായ ഒരു കത്ത് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് വിവരാവകാശ കമ്മീഷൻ, അന്ന് വിൻസെൻ്റ് പോളോറ്റ് ആണ് കമ്മീഷൻ എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിൻ്റെ ഒരു വിധിയുണ്ടെന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ പിന്നീട് ശക്തമായ ആവശ്യമൊക്കെ ഉയർന്നതിൻ്റെ തുടർന്നിട്ടാണ് ഇപ്പോൾ ഈ സ്വകാര്യതയെ ബാധിക്കുന്ന ചില ഭാഗങ്ങൾ അത് മാത്രം ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ളൊരു വിധി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഞാനൊക്കെ ഇപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 10-30 വർഷത്തിലധികമായിട്ടുണ്ട്. അപ്പോൾ അന്നുമൊക്കെ ഇത്തരം ഒരുപാട് ആരോപണങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അന്തരീക്ഷത്തിലുള്ള ഒരു ഇതാണ്. പലതും നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ ഒരു ഊഹാപോഹമോ അല്ലെങ്കിൽ ഭാവനയിൽ സൃഷ്ടിച്ച ചില കഥകളോ ഒക്കെ ആകാം എന്നൊക്കെയാണ് ധരിച്ചിട്ടുള്ളത്. ആ സിനിമ എനിക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് സൗഹൃദമുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരാരും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊന്നും വ്യക്തപരമായിട്ട് അതൊന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഇതാണ് കാര്യം. മറ്റൊരാളോടൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നതിനൊക്കെ ഉള്ള ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു.